ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഈ റൂം കണ്ടാലും പേടിക്കണ്ട. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഐ വാസ് ഇൻ എ വെരി ഡിപ്രസ്ഡ് മൂഡ്. അതുകൊണ്ട് തന്നെ റൂമൊന്നും ക്ലീനേ ആക്കിയിട്ടില്ല, എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇന്നൊന്ന് ക്ലീൻ ആക്കും ചെയ്യാം, വീഡിയോ എടുക്കും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. വളരെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന റൂം കണ്ട് എനിക്ക് വീണ്ടും ഡിപ്രഷൻ വന്നു എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉരക്കും കൈ കൊടുത്ത് ഇവിടുന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നൊരു ഐഡിയ ഇല്ലാണ്ട് ഇരുന്ന് പിന്നെ രണ്ടും കൽപ്പിച്ച് ഒരു 10 മണിക്കാണ് ഈ മോട്ടിവേഷൻ വന്ന് റൂം ക്ലീൻ ചെയ്യാനുള്ളത്. ആണ് ഞാൻ ക്ലീൻ ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു മാനേജബിൾ, നമുക്ക് കണ്ടാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഒരു റൂമാക്കി മാറ്റി. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. കുറച്ചും കൂടി ഈ റൂമിൽ നമുക്കൊന്ന് ഉറങ്ങാം, ആ ഒരു സ്ഥിതി എത്തിക്കണം. റൂം ഇപ്പോൾ ടേബിളാണെങ്കിലും അതൊക്കെ കുറച്ചുകൂടി കാണാനുണ്ട്. മുന്നേന്ന് പറഞ്ഞാൽ ഇതിമില്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു കോലമായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് നൈറ്റ് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ബ്രഷ് ചെയ്യൽ ഞാൻ ഇന്നും ചെയ്യലുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഡെയിലി 2 ടൈംസ് ബ്രഷ് ചെയ്യാൻ ശ്രമിക്കും. ഒന്ന് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റും മറ്റൊന്നത് ആഫ്റ്റർ ഡിന്നറും. ആഫ്റ്റർ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്, ഡിന്നർ കഴിഞ്ഞ് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞാലേ ഞാൻ ബ്രഷ് ചെയ്യുള്ളൂ. പിന്നെ ഞാൻ അതേപോലെ തന്നെ ഒരു പുതിയ ശീലം തുടങ്ങിയതാണ് ഈ വാട്ടർ ഫ്ലോസർ ഉപയോഗിക്കൽ. മറ്റേ സ്ട്രിങ് വെച്ചുള്ള ഫ്ലോസറും ഉണ്ട്, വാട്ടർ ഫ്ലോസറും ഉണ്ട്. അതിൽ പിന്നെ പുതുതായി തുടങ്ങിയത് വാട്ടർ ഫ്ലോസർ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്, എനിക്കിഷ്ടപ്പെട്ടു. അത്ര ഫുഡ് ലോഡ്ജ്മെൻ്റൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെ ഈ വാട്ടർ ഫ്ലോസർ ഉപയോഗിക്കും ബ്രഷിങ് മാത്രം ചെയ്യുമ്പോൾ അത്ര ഫുഡ് ഇമ്പാക്ഷൻ ഒന്നും പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഫ്ലോസർ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി എല്ലാം പോലെ തോന്നുന്നു. പക്ഷേ ഒന്ന് സ്ഥാനം തെറ്റിയാൽ പിന്നെ ജീവൻ പോകും, അത്രയും വേദനയാണ്. പിന്നെ ഞാൻ ചെയ്യൽ ഫേസ് വാഷാണ് ഡോട്ട് ആൻഡ് കീയുടെ. ഞാൻ എപ്പോഴും ബ്രഷിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്താൽ നമ്മൾ പേസ്റ്റിൻ്റെ എന്തോ സാധനം വെച്ചിട്ട് നമുക്ക് റാഷസ് ഒക്കെ വരുന്നത്, അങ്ങനെ എന്തൊക്കെയാണ് യൂട്യൂബിൽ കണ്ടത്. അതിന് ശേഷം ഞാൻ പിന്നെ ബ്രഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുള്ളൂ. ഇറ്റ്സ് എ ഗുഡ് ഫേസ് വാഷ് ആക്ച്വലി. പിന്നെ അത് കഴിഞ്ഞ് സ്കിൻ കെയർ ആണ്. ഒരു പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറും പിന്നെ അതേപോലെ തന്നെ ഒരു ലെനേജിൻ്റെ ഒരു ലിപ്പ് മാസ്ക്കാണ് ഞാൻ നൈറ്റ് സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യൽ. പിന്നെ അത് കഴിഞ്ഞിട്ടും ഞാൻ കുറച്ച് നാളേക്കത്തേക്കുള്ള എന്തൊക്കെ പ്ലാൻ എന്നുള്ളതൊക്കെ എഴുതി വെച്ച് അതിപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് സമയം നോക്കിയതും 11:15, 10